بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തുൽ അംബിയ 24-25 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇത്തഖദു എന്നായിരുന്നു. സാക്കിനത്തായ മീമിൻ്റെ സുക്കൂൻ ഇൽത്തിഖാ സാക്കിനൈൻ്റെ പരിഹാരത്തിന് വേണ്ടി കസ്ർ നൽകി ഹറക്കത്ത് തഹ്രീക്ക് എന്ന പരിഹാര മാർഗം സ്വീകരിച്ചുകൊണ്ട് അമിത്തഖദു എന്ന് ചേർത്ത് വായിക്കുകയാണ്. എന്ന സാക്കിനത്തായ മീമിൻ്റെ സുക്കൂനും ഇത്തഖദു എന്നതിലെ ഹംസത്തുൽ വസ്ല് ചേർത്ത് വായനയിൽ സ്വാഭാവികമായും കളയപ്പെടുമ്പോൾ ശേഷിക്കുന്ന താഇൻ്റെ സുക്കൂനും, ഈ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വന്നതാണ് ഇതിനുള്ള കാരണം. ഇത്തഖദു ഖാഇനെ തഫ്ഖീം ചെയ്യണം. ഈ പദത്തിൽ ഖാ ഇസ്തിഅലാഹിൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ട ഒന്നാണ്. സ്വരഭാരത്തോടെ അതിനെ ഉച്ചരിക്കുക. ഇത്തഖദു മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഇത്തഖദു മിൻ ദൂനിഹി, ഈ പദത്തിൽ സക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. മിൻ ദൂനിഹി ആലിഹ, ദൂനിഹി എന്നതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്ര എന്ന ദീർഘമാണ്. മദ് മുൻഫസിൽ ജായിസിൻ്റെ അതേ വിധിയാണ് അതിനുണ്ടാവുക. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഹ ഉദ്മീറിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. മിൻ ദൂനിഹി ആലിഹ ഖുൽ ഹാതു ബുർഹാനകും, ഖുൽ എന്നതിലെ ഖാഫിന് നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം, ദമ്മായതുകൊണ്ട്. 3ാമത്തെ ലെവലിലുള്ള തഫ്ഖീം തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖുൽ, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരാതെ ശ്രദ്ധിക്കുക. ഖുൽ ഹാതു ബുർഹാനകും, ബുർഹാനകും എന്നതിൽ റാഇനും തഫ്ഖീമാണ്. സാക്കിനത്തായ റാഉം തൊട്ടുമുമ്പ് ദമ്മുമാണ്. റാഇനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ബുർഹാനകും. ഹാദാ ദിക്റു മൻ മഇയ, ഹാദാ ദിക്റു, കാഫ് മഹ്മൂസാണ്. ദിക്റു, ദിക്റു എന്ന ശബ്ദത്തെ ചലിപ്പിച്ച് കൽക്കല വരാതെ സൂക്ഷിക്കുക. ദിക്റു, റാഇന് തഫ്ഖീം കൊടുക്കുക. ദിക്റു മൻ മഇയ, സാക്കിനത്തായ നൂനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന. മൻ മഇയ, വീണ്ടും വദിക്റു മൻ ഖബ്ലി, ഇതിലൊക്കെ ദിക്റു 2 തവണ ആവർത്തിക്കുന്നു. റാഇകളെ തഫ്ഖീം ചെയ്യണം. തടിപ്പിച്ച റാഇനെ സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മലയാളത്തിലെ റാ പോലെ ആയിപ്പോവരുത്. ദിക്റു റു എന്ന തടിപ്പിച്ച ശബ്ദം. മൻ ഖബ്ലി, സാക്കിനത്തായ നൂനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി, അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിലും തഫ്ഖീം വേണം. മൻ ഖബ്ലി, ഖബ്ലി ബാഇൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. മൻ ഖബ്ലി, ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. ബൽ അക്സറുഹും, അക്സറുഹും ലാ യഅലമൂൻ, റാഇന് തഫ്ഖീം ചെയ്യുക. സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. അക്സറുഹും ലാ യഅലമൂൻ, ലാ യഅലമൂൻ അൽ ഹഖ്, വഖഫ് ചെയ്യുമ്പോൾ അൽ ഹഖ് എന്ന് നല്ല പൂർണ്ണമായ ഖൽഖല കുബ്ര കൊടുത്തുകൊണ്ട് അവിടെ വഖഫ് ചെയ്യണം. കൂടെ ഖാഫിന് തഫ്ഖീമും വരണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഖാഫ് ഉച്ചരിക്കണം. ഫഹും മുഅ്രിദൂൻ, സാക്കിനത്തായ മീമും ശേഷമുള്ള മീമും ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള മീമാക്കി മണിച്ചുച്ചരിക്കുക. ഇദ്ഗാം മുതമാസിലൈൻ അല്ലെങ്കിൽ ഇദ്ഗാം ഷഫവി എന്നൊക്കെ അതിന് പേര് നൽകാം. ഫഹും മുഅ്രിദൂൻ, ഇതുവരെ സൂചിപ്പിച്ച തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. നേർപ്പിച്ച് അവയെ ഇസ്തിഫാൽ നൽകി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. വമാ അർസൽന, ഇതിലുള്ള ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കുക. അർസൽന മിൻ ഖബ്ലിക, നേരത്തെ പറഞ്ഞതുപോലെ സാക്കിനത്തായ നൂൻ ശേഷം ഖാഫ് ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം. ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. മിർ റസൂൽ, ഇവിടെ സാക്കിനത്തായ നൂനും ശേഷം റാഉം
പൂർണ്ണമായും സാക്കിനത്തായ നൂനെ റായിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്നഹ്, റായിന് ഷദ്ദ് വരുന്നു, നൂനിൻ്റെ ശബ്ദം അല്പം പോലും ഉച്ചരിക്കപ്പെടുകയുമില്ല. മിർ റസൂൽ, റായിന് ഷദ്ദുള്ളത് കൊണ്ട് തക്രീർ വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. തക്രീർ കൂടുതലാകുന്നത്, അതായത് മിർ റസൂൽ എന്നിങ്ങനെ വിറപ്പിക്കുകയോ ഒന്നിലധികം റാവ് ഉച്ചരിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിക്കേണ്ടതാണ്. ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള പറഞ്ഞതുപോലെ വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദു, ഷദ്ദ് നൽകപ്പെടുമ്പോൾ നീ തക്രീറിനെ ഗോപ്യമാക്കണം എന്ന് പറയുകയുണ്ടായി. അഥവാ റായിൽ ഉള്ള ദാതീയത്തായ, അതിൽ അടിസ്ഥാനമായി ഉള്ള ഒരു സിഫത്ത് തന്നെയാണ് തക്രീർ. എന്നാൽ അത് ഷദ്ദ് വരുമ്പോൾ കൂടുതലാകുന്നത് സൂക്ഷിക്കേണ്ടതാണ്. മിർ റസൂൽ എന്ന് ഒറ്റ റായിനെ തഫ്ഖീം ചെയ്തുകൊണ്ട് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മിർ റസൂലിൻ ഇല്ല, ഇവിടെ ഇവിടെ തൻവീനും ശേഷം ഹംസയുമാണ്. ഇദ്ഹാർ ഹൽഖി നൽകി തൻവീനിനെ വെളിവാക്കണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കുക. മിർ റസൂലിൻ ഇല്ല നൂഹി ഇലൈ, നൂഹി എന്നതിലെ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘാക്ഷരമായ യാഇനെ ദീർഘിപ്പിക്കുക. ശേഷം അടുത്ത പദത്തിൽ ഹംസ വന്നു എന്നതാണ് ഇതിനുള്ള കാരണം. ഇലൈ ഇല്ല നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന, ഇവിടെ നൂഹി ഇലൈഹി അന്നഹു, നൂൻ മുശദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള നൂനിനെ മണിക്കുക. അന്നഹു എന്നതിലെ ദ്വമീറിന് മദ്ദുസിലത്ത് സുഗ്റ എന്ന 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘവും നൽകുക. ലാ ഇലാഹ എന്നതിലെ അലിഫിന് മദ് മുൻഫസിൽ ജായിസിൻ്റെ ദീർഘം നൽകുക. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. വീണ്ടും മുൻഫസിൽ വരുന്നു. ഇല്ല അന, ഇവിടെയും അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. മുൻഫസിൽ എന്നാൽ വേർപിരിഞ്ഞത് എന്നർത്ഥം. ഒരു പദത്തിൻ്റെ അന്ത്യത്തിൽ ദീർഘാക്ഷരമായ അലിഫോ വാവോ യാവോ വരിക, അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വരിക, ഇതാകുന്നു മുൻഫസിലായ ദീർഘമുണ്ടാകുവാനുള്ള കാരണം. അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, അന ഫഅ്ബുദൂൻ എന്ന പദത്തിലെ അലിഫ്, അനയിലെ അലിഫിന് മുകളിൽ ഒരു ദീർഘ വൃത്താകൃതിയിലുള്ള ചിഹ്നം കൊടുത്തത് ശ്രദ്ധേയമാണ്. അതിൻ്റെ അർത്ഥം ചേർത്ത് വായിക്കുമ്പോൾ ആ അലിഫ് ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. വഖഫ് ചെയ്യുകയാണെങ്കിൽ ഇല്ല അന അന എന്ന് അലിഫ് നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രമുള്ള ദീർഘം നൽകി വഖഫ് ചെയ്യണം. അതിനുള്ള സൂചനയാണ് അലിഫിന് മുകളിൽ നൽകിയിട്ടുള്ള ആ വൃത്താകൃതിയിലുള്ള ചിഹ്നം. അപ്പോൾ വഖഫിൽ മാത്രമാണ് ആ അലിഫ് ഉണ്ടാവുക, ചേർത്ത് വായനയിൽ ആ അലിഫ് ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. ഇല്ല അന ഫഅ്ബുദൂൻ, ഫഅ്ബുദൂൻ. എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്നും വ്യക്തമായി ഉച്ചരിക്കുക. അവയ്ക്ക് വേണ്ട സിഫാത്തുകൾ പൂർത്തിയാക്കി നൽകുക. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ മാത്രം തഫ്ഖീം ചെയ്യുക, തടിപ്പിച്ച് സ്വരഭാരത്തോടെ. അല്ലാത്തവയ്ക്ക് എല്ലാം തർക്കീഖ് നേർപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله